So good morning. Good morning. Good morning, sir. So today we will start in continuation what we are taking in the previous class. F is equal to BAL. നമ്മൾ പഠിച്ചാണ്. നമ്മൾ പഠിക്കാൻ പോണേ ടോർക്ക് ആക്ടിങ് ഹെഡിങ് എഴുതാട്ടോ ഓൺ എ റെക്ടാങ്കുലർ കോയിൻ. കോയിൻ്റെ ഷേപ്പ് എഴുതിയേക്കാം കേട്ടോ. ഇത് ഹെഡിങ് എഴുതിയേക്കാം. ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്ടാങ്കുലർ കോയിൻ പിന്നെ മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനത്തെ ഒരു ഹെഡിങ് എഴുതിയേക്കാം. ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്ടാങ്കുലർ കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ നമ്മൾ ആ മോഡൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് വേണം വീണ്ടും. എഫ് ഇസ് ഈക്വൽ ടു BIL. ഈ ഇക്വേഷൻ നമുക്ക് വീണ്ടും വേണ്ടി വരും. ശരിക്കും ഫോർമുല എന്താ? എഫ് ഇസ് ഈക്വൽ ടു BIL സൈൻ തീറ്റ ആണ്. ശരിക്കും ഫോർമുല എഫ് ഇസ് ഈക്വൽ ടു BIL അല്ല, എഫ് ഇസ് ഈക്വൽ ടു BIL സൈൻ തീറ്റ ആണ്. സൈൻ തീറ്റ സൈൻ 91 ആകുന്ന കേസാണ് എഫ് ഇസ് ഈക്വൽ ടു BIL. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ടെസ്ലയിൽ, ഐ എന്ന് പറഞ്ഞാൽ ഒരു കോയിലിൽ പാസ് ചെയ്യാൻ പോകുന്ന കറണ്ട്, എൽ എന്ന് പറയുന്ന ആ കോയിലിൻ്റെ ഒരു സൈഡായിട്ട് വരും. റെക്ടാങ്കുലർ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിലൊരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ഇതാണ് പഠിക്കാൻ. അത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. മൂവിങ് കോയിൽ ഗാലനോമീറ്റർ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കൊണ്ട് കാണിച്ച ഗാലനോമീറ്റർ ഇത് ഇതിൻ്റെ പേര് ഇത് പോയിൻ്റർ ടൈപ്പ് ഗാലനോമീറ്റർ ആണ്. ദിസ് ഇസ് എ പോയിൻ്റർ ടൈപ്പ് ഗാലനോമീറ്റർ. വൺ ടൈപ്പ് ഓഫ് ഗാലനോമീറ്റർ ആണ്. ലാബിലൊക്കെ സാധാരണ യൂസ് ചെയ്യേണ്ടി വരുന്ന ഇതാണ്. കറണ്ടിൻ്റെ പ്രസൻസ് അറിയാനും ബാലൻസിങ് പോയിന്റ്, മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സാധാരണ ഇത് പോയിൻ്റർ ടൈപ്പാണ്. പോയിൻ്റർ ആണല്ലോ, പോയിൻ്റർ ടൈപ്പ് ഗാലനോമീറ്റർ ആണ്. ഇത് വേറൊരു ടൈപ്പ് ഗാലനോമീറ്ററെ കുറിച്ച് പഠിക്കാനുണ്ട്, മൂവിങ് കോയിൽ ഗാലനോമീറ്റർ. അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത്. മൂവിങ് കോയിൽ ഗാലനോമീറ്ററിൻ്റെ തിയറി പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയ സംഭവം അറിയാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ ടേണിങ് എഫക്റ്റിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ടേണിങ് എഫക്റ്റിൻ്റെ വേറെ പേരാണ് ടോർക്ക്. അപ്പോൾ നമ്മൾ ആ ടോർക്കിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ എന്താണ് ഒരു കോയിൽ, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ ജസ്റ്റ് വരയ്ക്കാം. ഞാനിവിടെ വരച്ചേക്കുന്നത് ഒരു മാഗ്നറ്റിൻ നോർത്ത് പോളാണ്. ഇപ്പറേ ഇങ്ങോട്ട് മാറ്റി അല്പം ഗ്യാപ്പിട്ട് കാണിക്കാൻ പോകുന്നത് അതേ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഹോഴ്സ് ഷൂ മാഗ്നറ്റിൻ്റെ ഒരേ മാഗ്നറ്റിൻ്റെ പോൾസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരും. ഇത് നോർത്ത് പോൾ, സൗത്ത് പോൾ, ഇത് യു ഷേപ്പ്. ഹോഴ്സ് ഷൂ മാഗ്നറ്റിന് ഇങ്ങനെ യു ഷേപ്പാണ്. കുതിരയുടെയൊക്കെ ഈ ഇടുന്ന ബൂട്ടില്ലേ, അതിൻ്റെ ആ നമ്മൾ NCCക്കാരൊക്കെ ഉപയോഗിക്കുന്ന ബൂട്ടില്ലേ, അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ലാഡൻ ഉണ്ടാവും. ഇങ്ങനെ അത് യു ഷേപ്പിൽ റാം മതി. അതിൽ ഇതൊരു മാഗ്നറ്റിക് പോളും ഇതൊരു മാഗ്നറ്റിക് പോളും ആണെങ്കിൽ ഒരേ മാഗ്നറ്റിൻ്റെ രണ്ട് പോൾസാണിതെന്ന് പറയാമല്ലോ. ദിസ് ഈസ് നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ്, ദിസ് ഈസ് സൗത്ത് പോൾ ഓഫ് ദ സെയിം മാഗ്നറ്റ്. അങ്ങനെയാകാം, അങ്ങനെ വേണമെന്നില്ല. രണ്ടും രണ്ട് വെവ്വേറെ പോൾസായാലും കുഴപ്പമില്ല, സെപ്പറേറ്റ് മാഗ്നറ്റിൻ്റെ പോൾസായാലും കുഴപ്പമില്ല. പക്ഷേ ഒറ്റ മാഗ്നറ്റ് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സെറ്റ് ചെയ്യും. ഈ മാഗ്നറ്റ് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ സെറ്റ് ചെയ്യും. നമുക്ക് ഹോഴ്സ് ഷൂ മാഗ്നറ്റ് തന്നെ സങ്കല്പിക്കാം. യു ഷേപ്പുള്ള, ഇത് നോർത്ത് പോളെന്നും ഇത് സൗത്ത് പോളെന്നും സങ്കല്പിക്കാവുന്ന യു ഷേപ്പുള്ളൊരു മാഗ്നറ്റ് മനസ്സിൽ സങ്കല്പിച്ചുള്ള. അത് ഞാനിപ്പോൾ ഈ കൈ ഇങ്ങനെ പിടിച്ചേക്കണ മാതിരി ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് അതിരിക്കുന്നത്. അപ്പോൾ ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലിരിക്കുന്ന യു ഷേപ്പുള്ള മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഇതാണെങ്കിൽ അതിനെ ഫേസ് ചെയ്താണ് സൗത്ത് പോൾ ഇരിക്കുന്നത്. അതാണ് വരച്ചത്. ഇത് നോർത്ത് പോൾ, ദിസ് വൺ. ഇത് സൗത്ത് പോൾ, അതിനെ ഫേസ് ചെയ്തല്ല ഇരിക്കുന്നത് സൗത്ത് പോൾ. ആ നോർത്ത് സൗത്ത് പോൾസ് എന്താണ് ഫേസ് ടു ഫേസ് ആണ് ഇരിക്കുന്നത്. അങ്ങനെ ആ ഫേസ് ടു ഫേസ് ഇരിക്കുന്ന പോൾസിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കോയിൽ വയ്ക്കാൻ പോകും. ഞാനിവിടെ വയ്ക്കാൻ പോകുന്നൊരു കോയിൽ, ദിസ് ഇസ് എ റെക്ടാങ്കുലർ കോയിൽ. തൽക്കാലം ഒരു കോയിൽ അതിന് വരയ്ക്കാം, ഒരു റെക്ടാങ്കുലർ കോയിൽ. ഞാൻ അതിലിവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു കറണ്ട് കയറ്റാനുള്ള സംവിധാനം ചെയ്യാം, കറണ്ട് ഇറങ്ങാനുള്ള സംവിധാനം ചെയ്യാം. ദിസ് ഇസ് എ കറണ്ട്. ഒരു കറണ്ട് ഇങ്ങനെ കയറ്റി വിടാലോ, ഒരു സെല്ലൊക്കെ വെച്ചിട്ട് 5 ആംപിയർ കറണ്ട്. ആ കറണ്ട് ഇവിടെ ഇറങ്ങിക്കോളും, 5 ആംപിയർ കറണ്ട്. അപ്പോൾ ആ കോയിലിന് നമുക്ക് പേരിടാം. നമുക്ക് ആ കോയിലിന്, ആ റെക്ടാങ്കുലർ കോയിലിന് പേരിടാം. അപ്പോൾ ഇവിടെ ഞാൻ A എന്ന് പേരിടാം, ഇവിടെ B എന്ന് എഴുതാം. അപ്പോൾ AB എന്ന് പറയുന്നതാണ് ലെങ്ത് ആയിട്ട് എടുക്കാൻ പോകുന്നത്. C എന്ന് പേരിടാം, ഇവിടെ D എന്ന് പേരിടാം.
അപ്പോൾ ഒരു പെയർ ഓഫ് പോൾസിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റെക്ടാങ്കുലർ കോയിലാണ് നമ്മൾ ഈ തിയറിയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ടോർക്ക് ആക്ടിംഗ് ഓൺ എ റെക്ടാങ്കുലർ കോയിൽ വിച്ച് ഈസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നൊരു തിയറി പഠിച്ചാലേ MCG എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. MCG മീൻസ് മൂവിങ് കോയിൽ കാൽക്കുലേഷൻ. അതിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഈ തിയറി അറിയാം. സിമ്പിളാണ്, ഈ തിയറി സിമ്പിളാണ്. സോ വാട്ട് ഇസ് ഇറ്റ്? ABCD is a rectangular coil with side AB equal to L and side BC equal to B, breadth of the coil. ഒരു റെക്ടാങ്കുലർ കോയിൽ നീളവും വീതി ഉണ്ടാവുമല്ലോ. ആ റെക്ടാങ്കുലർ കോയിൽ നീളമാണ് AB അല്ലെങ്കിൽ CD എന്ന് പറയുന്നത്. AB അല്ലെങ്കിൽ CD ആണ് L എന്ന് ഉദ്ദേശിച്ചത്. BC അല്ലെങ്കിൽ AD എന്നൊക്കെ പറയുന്നതിൻ്റെ ബ്രെഡ്ത്ത് ആണ്, കോയിലിൻ്റെ ബ്രെഡ്ത്ത് ആണ്. ചെറിയ B എന്നെഴുതാം, സ്മോൾ ലെറ്റർ B എന്ന്. ബ്രെഡ്ത്ത് ഓഫ് കോയിൽ, ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് വേണ്ടി വരും. ഈ തിയറി പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോയിലിൻ്റെ ലെങ്ത്ത്, കോയിലിൻ്റെ ബ്രെഡ്ത്ത് എല്ലാം വേണ്ടി വരും. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കറണ്ട് ക്യാരി സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കണം. ഈ കോയിലിനെ ഒരു സെല്ലിലൂടെ പിന്നെ പോസിറ്റീവ് ഇവിടേക്ക് നെഗറ്റീവ് ഇവിടേക്ക് കൊടുത്താൽ സെല്ലിൻ്റെ പോസിറ്റീവ് കറണ്ട് ഇട്ട് കയറിക്കൊള്ളുമല്ലോ. അങ്ങനെ ഇങ്ങനെ A വഴി B വഴി C വഴി ആ കറണ്ട് ഇങ്ങനെ മുകളിലേക്ക് I ആംപിയർ കറണ്ട് ഇങ്ങനെ, ഇവിടെ കറണ്ട് Bയിൽ നിന്ന് Cയിലേക്ക് അതേ I ആംപിയർ, Cയിൽ നിന്ന് Dയിലേക്ക് അതേ I ആംപിയർ കറണ്ട്, അതേ I ആംപിയർ, അങ്ങനെ അങ്ങനെ ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞ് ആ കറണ്ട് ഇങ്ങനെ കറങ്ങി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ ഇറങ്ങിക്കൊള്ളും, സെല്ലിൻ്റെ മൈനസിലേക്ക് എത്തിക്കൊള്ളും. ഞാൻ സെല്ലൊന്നും വരച്ചിട്ടില്ല, തിയറി പറയുന്നതിൻ്റെ ആവശ്യം. So ABCD is a rectangular coil which is placed in a vertical plane like this. അപ്പോൾ ഞാൻ ഹോഴ്ഷൂ മാഗ്നറ്റ് ഇങ്ങനെയാണ് പറഞ്ഞു. ആ ഹോഴ്ഷൂ മാഗ്നറ്റിൻ്റെ ഇടയിലായിട്ട് തൂങ്ങി നിൽക്കുന്ന, എങ്ങനെയെങ്കിലും തൂക്കിയിടാവുന്ന ഒരു സെറ്റപ്പാണ് നമ്മൾ പറയുന്ന റെക്ടാങ്കുലർ കോയിൽ. ആ റെക്ടാങ്കുലർ കോയിൽ എന്ന് പറയുമ്പോൾ ആ കോയിലിന് നമുക്കൊരു നീളവും വീതിയും പറയേണ്ടി വരും. അപ്പോൾ അതിൻ്റെ നീളമാണ് നമ്മൾ ഈ കാണിച്ചേക്കണേ, വീതിയാണ് ഈ കാണിച്ചത്. അപ്പോൾ ഇത് നോർത്ത് പോൾ ഇവിടെ ഉണ്ട്, സൗത്ത് പോൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെ സങ്കല്പിച്ചു. ഇത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഹാങ് ചെയ്ത് കിടക്കുന്നത്. എങ്ങനെയെങ്കിലും ഹാങ് ചെയ്യുന്ന സംവിധാനം പറയാം. ഇവിടെ ഒരു നോർത്ത് പോൾ, ഇവിടെ ഒരു സൗത്ത് പോൾ ഉണ്ടെങ്കിൽ ആ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതാണ് ഞാൻ B ടെസ്ല എന്നിട്ടാണ്. ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് വരയ്ക്കാവുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എത്രയോ ടെസ്ല അല്ലെങ്കിൽ എത്രയോ ഗോസ്, ഏതെങ്കിലും ഒരു യൂണിറ്റിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പറയാമല്ലോ, അതാണ് B ടെസ്ല. I ആംപിയർ കറണ്ട് വരച്ചു കഴിഞ്ഞു. ഈ കോയിലിൽ കൂടി പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ചെയ്യിക്കാവുന്ന കറണ്ടാണ് I ആംപിയർ. ലെങ്ത് എന്താണെന്ന് പറഞ്ഞു, കോയിലിൻ്റെ ലെങ്ത് എന്താണെന്ന് പറഞ്ഞു. മാഗ്നറ്റിക് ഫീൽഡും ലെങ്ത്തും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ BIL സൈൻ തീറ്റ BIL സൈൻ 90 വരും. കറണ്ട് ഇങ്ങനെ കയറിയാലും ഇവിടെ വരുമ്പോൾ BIL സൈൻ തീറ്റ BIL സൈൻ 0 വരും. ഇവിടെ വരുമ്പോൾ BIL സൈൻ തീറ്റ BIL സൈൻ 180 വരും. ഇവിടുത്തെ BIL സൈൻ തീറ്റ BIL സൈൻ 90 വരും. ഇവിടുത്തെ BIL സൈൻ തീറ്റ BIL സൈൻ 90 വരും. ആലോചിച്ച് ഇവിടെ നോർത്ത് പോള് ഈ വരച്ചേക്കാം, ഈ സൗത്ത് പോൾ ഇവിടെ ഒരു കോയിൽ ഇങ്ങനെ വച്ചേക്കാം. അപ്പോൾ ഈ കോയിലിൽ ഇങ്ങനെ കറണ്ട് കയറി ഇങ്ങനെ പോയി അപ്പോൾ ഇങ്ങനെ കയറിയിട്ട് മറ്റേ അറ്റത്ത് ഇറങ്ങുന്നു, ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നു. ഈ ഭാഗത്തെ ഫീൽഡും ആ കറണ്ടും കൂടി എങ്ങനെയാണെന്ന് ആലോചിച്ച്, ഫീൽഡ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് എപ്പോഴും, കറണ്ട് ഇങ്ങനെ മുകളിലേക്ക് കാണിച്ചത്. അപ്പോൾ ഫീൽഡും കറണ്ട് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ BIL സൈൻ തീറ്റ എന്ന് പറയുന്നത് BIL സൈൻ 90 വരും. BIL ഈ സൈഡിൽ കറണ്ട് താഴേക്ക് ഇറങ്ങി വരാണ്. അപ്പോൾ അവിടെയും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കറണ്ട് പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ കറണ്ട് അപ്വേഡ് ആയാലും ഇവിടുത്തെ കറണ്ട് ഡൗൺവേഡ് ആയാലും നമ്മൾ പറയാൻ പോകുന്ന നോർത്ത് പോൾ ടു സൗത്ത് പോൾ വരയ്ക്കാവുന്ന ആ B ടെസ്ല എന്ന ഫീൽഡുമായിട്ട് ആ കറണ്ട് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്കിവിടെ എന്തെടുക്കാൻ പറ്റും? എഫിൻ്റെ വാല്യൂ, മാക്സിമം വാല്യൂ പറയാൻ പറ്റും. എഫ് എന്ന് പറഞ്ഞാൽ F മാക്സ്, മാക്സിമം ഫോഴ്സ്, ലോറൻസ് ഫോഴ്സ് ആണ് ഈ പറയുന്നത്. ദാറ്റ് ഈസ് BIL. ഇവിടെ എങ്ങനെയാണ് BIL വരുന്നത്? ഇവിടെ BIL സൈൻ 0, കാരണം കറണ്ട് അങ്ങടാണ്. നോക്ക്, ആരോ B to C ആരോ നോക്ക്, കറണ്ട് അങ്ങട്, ഫീൽഡ് അങ്ങടാണ്. അപ്പോൾ പാരലാണ്, കറണ്ടും ഫീൽഡും പാരലാണ്. അപ്പോൾ BIL സൈൻ തീറ്റ എന്ന ഫോർമുല നമ്മൾ ജനറലി എഴുതുമ്പോൾ, ജനറൽ ഫോർമുല അതാണ് കേട്ടോ. ജനറൽ ഫോർമുല BIL അല്ല, F is equal to BIL സൈൻ തീറ്റ. ആ ഫോർമുലയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആ BIL സൈൻ തീറ്റ എങ്ങനെ വരും? ഈ ഭാഗത്ത് എങ്ങനെ വരും? ഈ BC എന്ന ഭാഗത്ത് എങ്ങനെ വരും? Bയിൽ നിന്ന് Cയിലേക്കല്ലേ കറണ്ട്, Bയിൽ നിന്ന് Cയിലേക്കാണ് കറണ്ട്, ഫീൽഡ് അങ്ങടല്ലേ. അപ്പോൾ പാരലാണ്. വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്? 0 ഡിഗ്രി. വാട്ട് ഇസ് സൈൻ 0? അപ്പോൾ നമുക്ക് BIL സൈൻ തീറ്റ എന്ന കാൽക്കുലേഷൻ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അത് BC എന്ന ഭാഗത്ത് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ലോറൻസ് ഫോഴ്സ് BC എന്ന ഭാഗത്ത് 0 ആണ്. ഇനി DA എന്ന ഭാഗം എടുക്കാം. DA എന്ന ഭാഗം Dന്ന് Aയിലേക്കാണ് കറണ്ട്. Dന്ന് ഇങ്ങനെ പോയി തിരിച്ചിങ്ങനെ കറണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഒരു ക്ലോക്ക് വൈസ് കറണ്ടാണ് ഈ കാണിച്ചത്.
അപ്പോൾ D2A വരയ്ക്കാമല്ലോ കറണ്ട്. ആ D2A എന്ന് പറയുമ്പോൾ കറണ്ട് ഫീൽഡിന് ആൻറ്റി പാരലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ്. പക്ഷെ കറണ്ട് ഇൻ ദ ലോവർ പാർട്ട് DA അത് D2A ആണ്. അപ്പോൾ കറണ്ട് ഇങ്ങോട്ടും ഫീൽഡ് അങ്ങോട്ടും പോകുമ്പോൾ ആൻറ്റി പാരൽ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. ആരും തമ്മിൽ 180 ഡിഗ്രി. മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിൽ 180 ഡിഗ്രി ലോവർ പാർട്ട് ഓഫ് ദി റെക്ടാങ്കുലർ കോയിൽ. അപ്പോൾ സൈൻ തീറ്റ എത്ര വരും? സൈൻ തീറ്റ സൈൻ ഓഫ് 180 ഡിഗ്രി. സൈൻ 180 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 0 എന്ന് പറഞ്ഞാലും 0 ആണ്. അപ്പോൾ ഈ ഭാഗത്ത് ലോറൻസ് ഫോഴ്സ് ഉണ്ടാവില്ല, ഈ ഭാഗത്തും ലോറൻസ് ഫോഴ്സ് ഉണ്ടാവില്ല, ഈ ഭാഗത്ത് മാക്സിമം ലോറൻസ് ഫോഴ്സ് ഉണ്ടാകും. എഫ് മാക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. BIL സൈൻ 90 BIL. അപ്പോൾ എല്ലായിടത്തും തേങ്ങണ AB എന്ന നീളത്തെയാണ് ഞാൻ എല്ലായിടത്തും തേങ്ങണത്. ഈ നീളത്തെ ഞാൻ L മീറ്റർ അല്ലെങ്കിൽ L സെൻറ്റിമീറ്റർ എന്ന് സങ്കല്പിച്ചാൽ ഇങ്ങനൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇതിൽ കറണ്ട് അപ്വേഡ് എന്ന് പറഞ്ഞാലും ഈ ഭാഗത്ത് ഏത് CD എന്ന ഭാഗത്ത് കറണ്ട് ഡൗൺവേഡ് എന്ന് പറഞ്ഞാലും കറണ്ട് മാഗ്നറ്റിക് ഫീൽഡുമായി ശ്രദ്ധിച്ചാലും മനസ്സിലാവും പെർപെൻഡിക്കുലർ ആയിരിക്കുന്നതിനാൽ BIL സൈൻ തീറ്റ എന്നതിൻ്റെ വാല്യൂ BIL എന്ന് എഴുതാൻ കഴിയും. ആ BIL അതിൻ്റെ ഡയറക്ഷനാണ് പറയുന്നത്. ടോർക്കിലേക്ക് കാണാം. നമുക്കിനി ആ BIL എഫ് വെക്ടറാണ്, B എന്ന് പറയുന്നത് വെക്ടറാണ്, IL എന്ന് പറയുന്ന വെക്ടറാണ്. I സ്കെയിലറാണ്, പക്ഷെ IL വെക്ടറാണ്. B എന്ന് പറയുന്ന വെക്ടറാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, നോർത്ത് പോൾ ടു സൗത്ത് പോൾ. തിരിച്ചു വെക്കേണ്ട ഡയറക്ഷൻ മാറിയല്ലോ. ഈ നോർത്ത് പോൾ ഇവിടെ സൗത്ത് പോൾ ഇവിടെ വെച്ചത് ഫീൽഡ് ഇങ്ങനെ ആയല്ലോ. ഡയറക്ഷൻ ഉണ്ടല്ലോ, നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഈ ഡയറക്ഷത്തിൽ വലത്തോട്ട് റൈറ്റിലേക്ക്. അപ്പോൾ ബിക്ക് ഡയറക്ഷൻ ഉണ്ട്. കറണ്ടിന് ഡയറക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ കറണ്ട് സ്കെയിലറാണ് ഫിസിക്സിൽ. ചാർജ് ബൈ ടൈം ആണ് കറണ്ട്. കൂളം പെർ സെക്കൻഡ് ആംബിയർ. കൂളം പെർ സെക്കൻഡ് ആംബിയർ അത് സ്കെയിലറാണ്. കുളമ്പ് ചാർജിൻ്റെ യൂണിറ്റ് സ്കെയിലറാണ്. ടൈം സെക്കൻഡ് അതും സ്കെയിലറാണ്. കൂളം പെർ സെക്കൻഡ് ആംബിയർ അത് സ്കെയിലറാണ്. പക്ഷെ കറണ്ട് എലമെന്റ് വെക്ടറാണ്. ഐയുടെ കൂടെ എല്ല് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നിച്ചാണ് നമ്മളുള്ള ആരോട്ടുകൾ. ഐക്ക് മാത്രം ആരിടാൻ പാടില്ല, എല്ലിന് മാത്രം ആരിടാൻ പാടില്ല. IL ഒന്നിച്ച് കഴിഞ്ഞിട്ട് IL ഒന്നിച്ചാണ് ആരോട്ടുകൾ. വെക്ടർ സൈൻ. കറണ്ട് എലമെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ഈ എഫ് വെക്ടറാണെന്ന് പറയാം. യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് ഈ എഫിനെ നമ്മൾ ശരിക്കും എഴുതേണ്ടത് നമ്മൾ ഇതിന് പഠിച്ച് ഇങ്ങനെയാണ് ആ ഫോർമുല പഠിച്ചത്. IL വെക്ടറായിട്ട് എടുത്ത് ക്രോസ് ഇട്ടിട്ട് B വെക്ടറായിട്ട് എടുത്ത്. ഇതാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് ആണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പഠിപ്പിച്ചേക്കുന്ന ഇക്വേഷൻ. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ILB സൈൻ തീറ്റ അല്ലെങ്കിൽ BIL സൈൻ തീറ്റ എന്ന്. ക്രോസ് പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സൈൻ വരും. ഡോട്ട് പ്രോഡക്റ്റിൽ കോസ് വരും, ക്രോസ് പ്രോഡക്റ്റിൽ സൈൻ വരും. അപ്പോൾ IL ക്രോസ് B is expanded as ILB സൈൻ തീറ്റ. അതാണത്. ILB സൈൻ തീറ്റ അല്ലെങ്കിൽ BIL സൈൻ തീറ്റ. അതാണ് ഫോർമുല. ഇവിടെ നിന്നാണ് ആ ഫോർമുല വരുന്നത്. ഇതാണ് ശരിക്കും ഫോർമുല. ദിസ് ഈസ് ലോറൻസ് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. എനിക്ക് ഇതിൻ്റെ ഡയറക്ഷൻ പറയണമെന്നാണ്. രണ്ട് തരത്തിലുള്ള ഡയറക്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷൻ ആദ്യം കേട്ടില്ല. ഈ എഫിൻ്റെ ഡയറക്ഷൻ ഇവിടെ ഫോഴ്സ് പറയേണ്ടി വരുന്നില്ല. BC എന്ന ഭാഗത്ത് കറണ്ട് ഫീൽഡുമായി പാരലാണ്. സൈൻ തീറ്റ സൈൻ 0 ആയി പോയി. സൈൻ 0 ആണ്. നോ ഫോഴ്സ് ഓൺ ദ ബ്രെഡ്ത്ത് സൈഡ് ഓഫ് ദ കോയിൽ. ബ്രെഡ്ത്ത് സൈഡ് എന്ന് പറഞ്ഞാൽ വീതി, കോയിലിൻ്റെ വീതി. നോ ഫോഴ്സ് ഓൺ ദി ബ്രെഡ്ത്ത് സൈഡ് ഓഫ് ദ കോയിൽ ബിക്കോസ് കറണ്ട് ഈസ് ഫീൽഡുമായിട്ട് ആൻറ്റി പാരലാണ്. സൈൻ 180 ആയാലും 0 ആണ്, സൈൻ 0 ആയാലും 0 ആണ്. അതുകൊണ്ട് ഫോഴ്സ് എവിടെ എടുക്കേണ്ടി വരുന്നില്ല. ഇതാണ് ഞാൻ പറയുന്ന റെക്ടാങ്കുലർ കോയിലെങ്കിൽ ഇതാണ് ഒരു ചുറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇങ്ങനെ കുറേ ചുറ്റുകളിലേക്ക് ഇനി വരും. ഇപ്പോൾ N നമ്പർ ഓഫ് ടേൺസ് ഒക്കെ ഞാൻ പിന്നീട് പറയും. ഇപ്പോൾ ഒരു ചുറ്റ് മാത്രം സങ്കല്പിച്ചാൽ മതി തൽക്കാലം. നമ്പർ ഓഫ് ടേൺസ് 1 എടുത്താൽ മതി. പിന്നെ എന്തുകൊണ്ട് N വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ തിയറി. ഈ ഭാഗത്ത് ഫോഴ്സ് പറയേണ്ടി വരുന്നില്ല. ഈ ഭാഗത്തും ലോറൻസ് ഫോഴ്സ് പറയേണ്ടി വരുന്നില്ല. ഈ ഭാഗത്ത് ലോറൻസ് ഫോഴ്സ് പറയേണ്ടി വരുന്നുണ്ട്. ഈ സൈഡിലും ലോറൻസ് ഫോഴ്സ് പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ സൈൻ തീറ്റ അവിടെ എങ്ങനെ വരും? ഫീൽഡുമായിട്ട് കറണ്ട് വെർട്ടിക്കലി അപ്പ് എന്ന് പറഞ്ഞാലും വെർട്ടിക്കലി ഡൗൺ എന്ന് പറഞ്ഞാലും ഫീൽഡുമായിട്ടത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ സൈൻ 91 മാക്സിമം ഫോഴ്സ് വരുന്ന കേസാണ് ഈ സൈഡും ഈ സൈഡും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നാണ് പറഞ്ഞത്. ഈ ഫോഴ്സ് അങ്ങോട്ടാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. അതുവഴി ഒരു ടേണിംഗ് ആണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നമുക്ക് തീരുമാനിക്കാം. രണ്ട് തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. IL ക്രോസ് ബിയുടെ ഡയറക്ഷൻ പറയാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ് ILൻ്റെ ഡയറക്ഷൻ? AB എന്ന നീളത്തെയാണ് ഞാൻ L നിന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ IL എന്ന് പറയുന്നത് L ഏതാ? അത് തന്നെ AB എന്ന നീളം, അതാണ് L. അപ്പോൾ ILൻ്റെ ഡയറക്ഷൻ എങ്ങടാ? മുകളിലേക്ക്. B എങ്ങനെയാണ്? റൈറ്റിലേക്ക്. ഞാൻ രണ്ട് പേനകൾ എടുക്കുന്നത്. ഇതാണ് ILൻ്റെ ഡയറക്ഷൻ. ഈ ടോപ്പ് ഊരിയ പേനയാണ് ILൻ്റെ ഡയറക്ഷൻ. ഇതാണ് ബിയുടെ ഡയറക്ഷൻ. ടോപ്പ് ഊരാത്ത പേനയാണ് ബിയുടെ ഡയറക്ഷൻ. നോക്കൂ, പടം നോക്കും. നോർത്ത് പോൾ സൗത്ത് പോൾ ഒരു ഫീൽഡ്. ഇതാണ് ഫീൽഡ്. ഇതാണ് അപ്വേഡ് കറണ്ട്. ഇതാണ് അപ്വേഡ് കറണ്ട്. അപ്പോൾ ILൻ്റെ ഡയറക്ഷൻ ഉണ്ട്. കറണ്ട് എലമെന്റ് is a vector quantity upward. ബിക്ക് ഡയറക്ഷൻ ഉണ്ട്. നോർത്ത് പോൾ ടു സൗത്ത് പോൾ ഓഫ് ദി ഹോഴ്സ്ഷൂ മാഗ്നറ്റ്. അപ്പോൾ ഇത് B ആയിട്ട് എടുത്തു, ഇത് IL ആയിട്ട് എടുത്തു. എന്നിട്ട് IL ക്രോസ് B എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം.
എങ്ങനെ ക്രോസ്, അപ്പോൾ അപ്പോഴല്ലേ എഫിൻ്റെ ഡയറക്ഷൻ ഉള്ളൂ. IL എന്ന വെക്ടറിൽ നിന്നും B എന്ന വെക്ടറിലേക്ക് തിരിക്കുന്ന ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂവിൻ്റെ ടിപ്പ് നീങ്ങുന്ന അകത്തേക്കായിരിക്കും. ഒന്നുകൂടി പറയാം, IL എന്ന വെക്ടറിൽ നിന്നും B എന്ന വെക്ടറിലേക്ക് തിരിക്കുന്ന, ഇങ്ങനെ തിരിക്കുകയാണല്ലോ ഇപ്പോൾ, ഇങ്ങനെ തിരിക്കുന്നതിനേക്കാൾ ഇങ്ങനെ തിരിച്ചാലും അവിടെ എത്തും. പക്ഷേ അത് 270 ഡിഗ്രി ഇറങ്ങിയാണ്, അത് വെച്ചാൽ 90 ഇറങ്ങിയാണ്. ഇതാണ് എളുപ്പം. IL എന്ന വെക്ടറിൽ നിന്നും B എന്ന വെക്ടറിലേക്ക് തിരിക്കുന്ന ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂവിൻ്റെ ടിപ്പ് നീങ്ങുന്ന ഡയറക്ഷനിലാണ് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ എങ്ങനെയായിരിക്കും IL ഇങ്ങനെ, B ഇങ്ങനെ. അപ്പോൾ IL ക്രോസ് Bയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഉള്ളിലേക്ക്. ഈ ഭാഗത്ത് ഒരു അകത്തേക്കൊരു ഫോഴ്സ് ഉണ്ട്, വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും ഒന്ന് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഭാഗത്ത് അപ്പം പുറത്തേക്ക്, ഇവിടെ ഞാൻ അകത്തേക്ക് ഒരു ആരോ ഇങ്ങനെ ഇടാം, എന്നിട്ട് അവിടെ F എന്ന് എഴുതി വയ്ക്കാം. ഇവിടെ ഞാൻ പുറത്തേക്ക് ഒരു ആരോ ഇങ്ങനെ ഇടാം, എന്നിട്ട് അവിടെ F എന്ന് എഴുതി വയ്ക്കാം. ഇത് രണ്ടും ഒരേ F ആണ് കേട്ടോ. ആ F എന്ന് പറയുന്നത് ഒന്ന് അകത്തേക്കൊന്ന് പുറത്തേക്കെന്ന് പറഞ്ഞിട്ട് രണ്ടാരോ കാണിച്ചത് നോക്കാം. അപ്പോൾ ബോർഡിൻ്റെ പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. പ്ലെയിൻ ഓഫ് ദി ബോർഡിൽ ഇതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. കറണ്ടിന് മാറ്റി എഴുതട്ടെ, I ആംപിയർ F. ഈ Fഉം എതിർ ദിശകളിലാണ്. ബോർഡിൽ ഇങ്ങനെയല്ലേ കാണിക്കുക. യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് പറയട്ടെ, ഈ AB എന്ന ഭാഗത്ത് കറണ്ട് ഉള്ളിലേക്ക്, CD എന്ന ഭാഗത്ത് കറണ്ട് ഫോഴ്സ് പുറത്തേക്ക്. AB എന്ന ഭാഗത്ത് ഫോഴ്സ് ആണ് പറഞ്ഞത് കേട്ടോ, കറണ്ടല്ല, ഫോഴ്സ് അകത്തേക്ക്. CD എന്ന ഭാഗത്ത് ഫോഴ്സ് പുറത്തേക്ക്. ആ പുറത്തേക്കാണ് ഈ ആരോട്ടങ്ങളെന്ന് വിചാരിക്കും, അകത്തേക്കാണ് ഈ ആരോട്ടങ്ങളെന്ന് വിചാരിക്കും. അല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. പ്ലെയിൻ ഓഫ് ദി ബോർഡ് 2 ഡയമെൻഷണൽ ആയി പോയി 3D സ്പേസിൽ ഇത് ഇമാജിൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാനിവിടെ എടുത്ത് കാണിക്കാൻ, ഇതാണ് നമ്മുടെ കോയിലെങ്കിൽ ഈ ഭാഗത്ത് ഫോഴ്സ് അകത്തേക്ക്, അപ്പോൾ ഇങ്ങനെ ഞാൻ നിൽക്കുന്ന സ്ഥലം, ഈ ഭാഗത്ത് ഫോഴ്സ് പുറത്തേക്ക്, ബോർഡിന് പുറത്തേക്ക്, ഇത് ബോർഡിന് അകത്തേക്ക്, ഇത് ബോർഡിന് പുറത്തേക്ക്, അപ്പോൾ ഇങ്ങനെ റൊട്ടേഷൻ. IL ക്രോസ് B വച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ റെക്ടാങ്കുലർ കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന Fmax മാക്സിമം ഫോഴ്സ് ഈ സൈഡിലും മാക്സിമം ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിൻ്റെ അളവുകൾ തുല്യമാണ്. അതായത് ഇവിടെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് വരയ്ക്കാവുന്ന ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ടെസ്ലയാണോ അതാണ് B. ഇതിലെ കറണ്ട് അല്ലെങ്കിൽ ഇതിലെ കറണ്ട് അതാണ് I ആംപിയർ. L എന്ന് പറഞ്ഞാൽ AB എന്ന നീളം അല്ലെങ്കിൽ CD എന്ന നീളം. റെക്ടാങ്കുലർ കോയിലിൽ ഈ സൈഡ് ഈക്വൽ ലെങ്ത് ആണല്ലോ സൈഡ്, അപ്പോൾ ഈ നീളം അതാണ് L എന്ന് എടുത്തങ്ങനെ. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഈ സൈഡിലെ ഫോഴ്സ് അകത്തേക്ക്, ഈ സൈഡിലെ ഫോഴ്സ് പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ റൊട്ടേഷനാണ് സങ്കല്പിക്കുക. ക്ലിയറായോ? റൊട്ടേഷനാണ് സങ്കല്പിക്കുക. ഇനി വേറൊരു റൂൾ കൂടി പറഞ്ഞിട്ട് ഞാനിത് ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ക്രോസ് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഈ നമ്മളിവിടെ നിന്നിട്ട് ഈ ബുക്ക് ഇങ്ങനെ തിരിച്ച് കാണിക്കുന്നത്. റൊട്ടേഷൻ, ഈ ഭാഗത്ത് ഞാൻ നിൽക്കുന്ന സൈഡിലേക്ക് ഒരു ഫോഴ്സ്, ഈ ഭാഗത്ത് നിങ്ങളിരിക്കുന്ന സൈഡിലേക്ക് ഒരു ഫോഴ്സ്. അപ്പോൾ ദർ ഇസ് എ കപ്പിൾ ആക്ടിങ് ഓൺ ദി റെക്ടാങ്കുലർ കോയിൽ. കപ്പിൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കപ്പിൾ മീൻസ് 2 equal unlike parallel forces whose lines of actions are different. 2 equal unlike parallel forces. Unlike parallel force എന്ന് പറഞ്ഞാൽ പിന്നെ ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറെൻ്റ് എന്ന് പറയണം. അൺലൈക്ക് പാരലൽ എന്ന് പറഞ്ഞാൽ പാരലാണ്, പക്ഷേ ഓപ്പോസിറ്റായ ദിശകളിലാണ്. ഞാൻ ഇങ്ങോട്ട് വരച്ച ഫോഴ്സ് BIL, അങ്ങോട്ട് വരച്ച ഫോഴ്സ് അത് തന്നെ BIL. അൺലൈക്ക് അല്ലേ, അൺലൈക്ക് എന്ന് പറഞ്ഞാൽ എതിർ ദിശകളിലല്ലേ, അപ്പോൾ അൺലൈക്കാണ്. പാരലാണ്, ഒന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ പാരലാണ്, പക്ഷേ ആൻറ്റി പാരലാണ്. അതാണ് അൺലൈക്ക് പാരലൽ, ആൻറ്റി പാരലൽ. അപ്പോൾ F BIL ഇവിടെ ഇങ്ങോട്ട്, F BIL ഇവിടെ ഇങ്ങോട്ട്. ദേ ആർ ഈക്വൽ ഫോഴ്സസ്, they are in opposite directions. 2 equal unlike parallel forces with different line of action. ഇത് ഇങ്ങനത്തെ ഒരു ലൈനിലും ഇത് ഇങ്ങനത്തെ ഒരു ലൈനിലുമാണല്ലോ. ഇത് ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് ആക്ഷൻ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. ഇവിടെയാണ് നമ്മൾ പറഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ IL ക്രോസ് B വെച്ചിട്ട് ഞാനിത് തിരിയുന്നു എന്ന് പറയുന്ന അവിടെ വരെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി വേറൊരു തരത്തിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതുവരെ പറയാത്ത കാര്യം പറയാൻ പോകും. ഫ്ലമിംഗ് ആണ് ഇതിൻ്റെ ഒരു റൂൾ ഉണ്ടാക്കിയത്. ഈ IL ക്രോസ് B ഒന്നും എടുക്കേണ്ടതാണ്, ഫ്ലമിംഗ് പറയും. അതിനൊക്കെ എളുപ്പവഴിയുണ്ട്. ഇതിനെ IL ക്രോസ് Bയിലേക്ക് പോകണം, അല്ലാണ്ട് എളുപ്പവഴിയിൽ പഠിപ്പിക്കാനെന്നാണ് ഫ്ലമിംഗ് പറയുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത്. ആദ്യമായിട്ട് പറയാം, എൻ്റെ വേറെ വീഡിയോസൊക്കെ പറഞ്ഞു. ഇടത്തെ കയ്യ് നിവർത്തി പിടിക്കുക. ഫ്ലമിങ്ങിൻ്റെ ഇടത്തെ കയ്യ് അയാൾ നിവർത്തി പിടിച്ചു, നമുക്ക് നിവർത്തി പിടിക്കാം. 4 ഫിംഗർ ഫീൽഡാണ്. ഫ്ലമിങ്ങിൻ്റെ ഇടത് കൈ നിയമം സ്കൂളിൽ എവിടെ പഠിച്ചത്? ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എവിടെയോ 9-ലോ 10-ലോ പഠിക്കുന്നത് ഫിസിക്സ്. അത് തന്നെ വീണ്ടും പറയാം, ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നമ്മളുടെ ഇടത്തെ കൈ നിവർത്തി പിടിക്കുക. ഈ 2 വിരലുകൾ മാത്രം മടക്കി വെച്ചിട്ട് ഈ 3 വിരലുകൾ നിവർത്തി പിടിക്കുക. 4 ഫിംഗർ F വെച്ചാൽ തുടങ്ങുന്നത്, ഫീൽഡ് F വെച്ചാൽ തുടങ്ങുന്നത്, മറക്കാൻ പാടില്ല. 4 ഫിംഗർ
FOUR അല്ല, FORE. ഫോർ ഫിംഗർ FOUR അല്ല സ്പെല്ലിങ്, FORE. എന്താ ഫോർ ഫിംഗർ? ചൂണ്ടുവിരൽ. FOUR എന്ന് പറഞ്ഞാൽ 4 വിരൽ എന്നുള്ള മീനിങ് ആയി, അതല്ല. FORE, ഫോർ ഫിംഗർ എന്ന് വെച്ചാൽ ചൂണ്ടുവിരൽ. ഇതല്ലേ ചൂണ്ടുവിരൽ, ഇതല്ലേ ചൂണ്ടുന്നത്, അതാണ് ചൂണ്ടുവിരൽ. അപ്പോൾ ചൂണ്ടുവിരൽ നിവർത്തി പിടിച്ചു. ഫോർ ഫിംഗർ F വെച്ചാൽ തുടങ്ങുന്നത്. ഫീൽഡ് F വെച്ചാൽ തുടങ്ങുന്നത്. ഏത് ഫീൽഡ് അവിടെ ഉള്ളത്? മാഗ്നറ്റിക് ഫീൽഡ്. ഫോർ ഫിംഗർ ഫീൽഡ്, ഓർത്തിരിക്കുക എളുപ്പം. സെൻട്രൽ ഫിംഗർ C, കറണ്ട് C, മറന്നുകൊള്ളു. സെൻട്രൽ ഫിംഗർ C, സെൻട്രൽ ഫിംഗർ C, കറണ്ട് C, രണ്ടും C വെച്ചാൽ തുടങ്ങുന്നത്. സെൻട്രൽ ഫിംഗർ C വെച്ചാൽ തുടങ്ങുന്നത്. കറണ്ട്, ഇത് കറണ്ടാണ്, ഇത് കറണ്ടായി സങ്കല്പിക്കണം, ഇത് ഫീൽഡായി സങ്കല്പിക്കണം. തമ്പ് ഒരു കൈയുടെ ഏറ്റവും ബലം ആർക്കാന്ന് പറയാമോ? ഈ 5 വിരലുകൾ. ഈ കൈയാലും ഈ കൈയാലും. ഈ കൈ വേണ്ട കേട്ടോ, അടുത്ത കൈ വേണം. അടുത്ത കൈ, വലത് കൈ നമ്മൾ വേറെ പഠിക്കും, അടുത്തയാണ്. അതും ആരാണ് അത്? ഫ്ലമിംഗ് ഒക്കെ അവിടെ വരുന്നത്. ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എവിടെ വരുന്നത്? ഫ്ലമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ തമ്പാണ് ഒരു കൈയുടെ ഏറ്റവും ശക്തിയുള്ള വിരല. ഇത് വെട്ടിക്കളഞ്ഞു നോക്കി അപ്പം അറിയാൻ പറ്റും. ഈ തമ്പ് വെട്ടി മാറ്റി വെച്ച് നോക്കിയ ഒരാഴ്ചത്തേക്ക് മറ്റേ വിരലൊന്നും അനങ്ങൂല, അനക്കാൻ ബുദ്ധിമുട്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് വെച്ച് നോക്കി ഒരു മാസത്തേക്ക്, എന്നിട്ട് പിന്നെ തുന്നിച്ചേർക്കാം. അപ്പം അറിയാം ഈ വിരലുകളുടെ പവർ എവിടെ പോയി ഒന്നുമില്ല. അപ്പം നമ്മളുടെ ഒരു വീട്ടിലെ ഏറ്റവും പവർഫുൾ ആയ ആരാന്ന് ചോദിച്ചാൽ നമ്മളുടെ ഫാദറാണ് അല്ലെങ്കിൽ മദറാണ്. നമ്മൾ പക്ഷെ മലയാളത്തിൽ തന്ത തള്ളാൻ. അപ്പം ഇതിൻ്റെ പേരെന്താണ്? തള്ളവിരൽ എന്ന് പറയും ചില ആൾക്കാർ, അമ്മയെ ഇഷ്ടമുള്ള. തന്തവിരൽ എന്ന് പറയും ചില ആൾക്കാർ, അച്ഛനെ ഇഷ്ടമുള്ള. ഞാനിത് രണ്ടും പറയാം കേട്ടോ. അപ്പോൾ എന്താണ് ഇത്? തന്തവിരൽ അല്ലെങ്കിൽ തള്ളവിരൽ എന്ന് പറയും. തമ്പ്, അതാണ് ഏറ്റവും ഫോഴ്സ്, ഏറ്റവും കൂടുതൽ ശക്തി അതിനാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. ഒന്നുകൂടി പറയാം. ഫോർ ഫിംഗർ ഫീൽഡ്, ഏത് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ്. സെൻട്രൽ ഫിംഗർ C, കറണ്ട്. തമ്പ് ഫോഴ്സ്. 3. അപ്പം ഇനി ഞാൻ ഈ ഫോർ ഫിംഗർ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ചൂണ്ടി പിടിക്കാം. ഇടത് കൈ തന്നെ വേണം കേട്ടോ. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ചൂണ്ടി വയ്ക്കാം. അപ്പോൾ ഫീൽഡ് ശരിയായോ നോക്കുക. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് ഈ B എന്ന് പറയുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അത് ശരിയായി. കറണ്ട് നടുക്കുള്ള വിരലാണ് സെൻട്രൽ ഫിംഗർ. മുകളിലേക്കാണ് ഇവിടെ കറണ്ട്, A to B. അപ്പോൾ ഇത് മുകളിലേക്ക് പിടിക്കാം. അപ്പോൾ ഈ തമ്പ് എങ്ങടാ വന്നേക്കണെന്ന് നോക്കി. ബോർഡിന് പെർപെൻഡിക്കുലറായിട്ട് അകത്തേക്ക്. അതല്ലേ നേരത്തെ അകത്തേക്ക് എന്ന് പറഞ്ഞാൽ ആരോട്ടേക്കണം. ഇവിടെ അകത്തേക്ക് ഒരു ആരോട്ടേക്കണം കണ്ടില്ലേ? നേരത്തെ ഈ ബുക്ക് വെച്ച് കാണിച്ചത് തന്നെയല്ലേ അകത്തേക്ക്. എന്നൊരു പറയാം. ദിസ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ്, ഫോർ ഫിംഗർ നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ശരിയായി. ദിസ് ഇസ് കറണ്ട്, സെൻട്രൽ ഫിംഗർ C, സെൻട്രൽ ഫിംഗർ C, കറണ്ട്. അപ്വേഡ്, ശരി, അപ്വേഡ്. അപ്പോൾ തമ്പ് എങ്ങനെ വരണേന്ന് നോക്കുക. ഇത് എങ്ങനെയെങ്കിലും പിടിച്ച് വിരൽ ഇങ്ങനെയൊന്നും പിടിക്കരുത്. വിരൽ നിവർത്തി തന്നെ പിടിക്കണം. തമ്പ് എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ ഒടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവം മാറി. ഒക്കെ നിവർത്തി ഇങ്ങനെ ഒക്കെ പെർപെൻഡിക്കുലറായി വരണം. ഒരു അന്യോന്യം പെർപെൻഡിക്കുലർ എല്ലാവരും. ഇയാളും പെർപെൻഡിക്കുലറാണ്, ഇയാളും പെർപെൻഡിക്കുലറാണ്. ഇവർ രണ്ടുപേരും പെർപെൻഡിക്കുലറാണ്. ഇതിനിടയ്ക്കുള്ള ആംഗിൾ 90 ആണ്, ഇതിനിടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. കാരണം ഈ വിരൽ ഇത്തിരി മാറിയിരിക്കുന്നതുകൊണ്ട് സംശയം തോന്നുന്നതാണ്. ഈ വിരൽ ഇവിടെ നിന്ന് തന്നെ ഈ കോർണറിൽ നിന്നാണ് തുടങ്ങിയിരുന്നു എങ്കിൽ, അങ്ങനെയല്ല ആരുടെയും, ഇവിടെ നിന്ന് തന്നെ ആയിരുന്നു എങ്കിൽ നമുക്ക് ഇത് രണ്ടും പെർപെൻഡിക്കുലർ എന്ന് പറയാൻ ബിലീവ് ചെയ്യാം. ഇത് പെർപെൻഡിക്കുലറാണ്, ബിലീവ് ചെയ്യാം. ഇത് രണ്ടും പെർപെൻഡിക്കുലറാണ്, ബിലീവ് ചെയ്യാം. എല്ലാം അന്യോന്യം പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഫോർ ഫിംഗർ ഫീൽഡ് ശരിയായി. സെൻട്രൽ ഫിംഗർ കറണ്ട് ശരിയായി. തമ്പ് ഉള്ളിലേക്ക്. AB എന്ന ഭാഗത്ത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അകത്തേക്ക് വരും. ശരിയാണല്ലോ. ഇനി ഈ ഭാഗം CD എടുക്കാൻ പോണേ, നേരെ മറിക്കാൻ പോണേ. ഞാൻ ഈ വിരൽ കേട്ടോ. ഏത് വിരല്? തമ്പ് ഇങ്ങോട്ട് മറിക്കാൻ പോണേ 180 ഡിഗ്രി. അങ്ങോട്ട് തിരിഞ്ഞിരുന്ന തമ്പ് നേരെ മുമ്പിലേക്ക് ആക്കാൻ പോകണം. അല്ലെങ്കിൽ കറണ്ട് നേരെ താഴേക്ക് ആക്കാൻ പോകണമെന്ന് പറയുന്നതാണ് ഭംഗി. തമ്പിനെ കുറിച്ച് അവസാനം പറയണ്ടേ, കറണ്ടിനെ കുറിച്ചാണ് പറയണ്ടത്. കറണ്ട് ഇവിടെ A to B ആണെങ്കിൽ ഇവിടെ C to D ആണ്. അപ്പോൾ എനിക്ക് കറണ്ട് തിരിച്ചു പിടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കൈ അങ്ങോട്ട് ഓടിക്കാൻ പോണേ, കൈ അങ്ങോട്ട് വളയ്ക്കാൻ പോണേ, മറിക്കാൻ പോണേ. കൈ ഓടിക്കാതെ പറഞ്ഞാൽ വീട്ടിൽ പോയി കൈ ഓടിക്കല്ലേ. കറണ്ട് താഴേക്ക്. അപ്പോൾ ഇവിടെ B to C to D ആണ് കറണ്ട്. അപ്പോൾ താഴേക്ക്. അപ്പോൾ തമ്പ് എങ്ങടാ വന്നേക്കണം നോക്കി, പുറത്തേക്ക്. ശരി, ഇത് പുറത്തേക്കെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ആരോട്ടത്. ബുക്ക് വെച്ച് കാണിച്ചത് തന്നെയാണല്ലോ. ഇപ്പോൾ 2 രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. IL ക്രോസ് B വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ദർ ഇസ് എ ടേണിംഗ് എഫക്റ്റ്. ഫ്ലമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ദർ ഇസ് എ ടേണിംഗ് എഫക്റ്റ്. ഏതാ എളുപ്പം? രണ്ടും എളുപ്പമാണ്. ഫ്ലമിങ്ങിൻ്റെ റൂളാണ് അല്ലേ? ഓക്കെ. ഫോർ ഫിംഗർ ഫീൽഡ്, സെൻട്രൽ ഫിംഗർ കറണ്ട്, തമ്പ് ഫോഴ്സ്. ഇങ്ങനെ ഓർത്തിരിക്കും. വാട്ട് ഇസ് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓർത്തിരിക്കും.
അപ്പോൾ ഒരു മാതിരി ചോദ്യമായിട്ട് ഫ്ലമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എഴുതുക എന്നാണ് എന്തെഴുതും. അപ്പോൾ നമ്മൾ പറയണം F is equal to BIL sin theta is the Lorentz force acting on a current carrying conductor whose maximum value is BIL sin 90 BIL. This has a direction, being force vector quantity which has a direction. Direction of that force can be explained using Fleming's left hand rule. According to Fleming's left hand rule, stretch എന്ന് വെച്ചാൽ നിവർത്തി പിടിക്കുക. The three fingers, namely forefinger, center finger and thumb of our left hand mutually perpendicular to each other. എല്ലാം perpendicular ആണ്. So that forefinger should indicate a magnetic field. Will represent a magnet. Central finger is representing a current in a conduction. Current in a current carrying. Thumb will represent the Lorentz force direction. Magnitude of formula is direction of Lorentz force is indicated by the direction of thumb. Accordingly, force on the side AB is inward. Force on the side CD is outward. അപ്പോൾ ഞാൻ നേരത്തെ പിടിച്ച ബുക്ക് വീണ്ടും എടുക്കട്ടെ. അങ്ങനെ ആ റെക്ടാങ്കുലർ കോയിൽ ഇങ്ങനെ ഇവിടെ ഒരു ഫോഴ്സ് പുറത്തേക്കും ഇവിടെ ഒരു ഫോഴ്സ് അകത്തേക്കും തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഫോഴ്സ് ഇല്ല, ഇവിടെ ഫോഴ്സ് ഇല്ല, ഇങ്ങനെ തിരിയാൻ തുടങ്ങും. ഇങ്ങനെ തിരിയാൻ തുടങ്ങുകയെന്ന് വെച്ചാൽ തിരിയുന്നതിൻ്റെ പേരാണ് ടേണിങ്. ടേണിങ്ങിൻ്റെ വേറെ വാക്കാണ് ടോർക്ക്. ഇവിടെ എന്തിൻ്റെ എഫക്റ്റിലാണ് തിരിഞ്ഞതെന്ന് ചോദിച്ചാൽ ഒരു കപ്പിൾ ഡെവലപ്പ് ചെയ്തെന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. വാട്ട് ഇസ് എ കപ്പിൾ? 2 ഈക്വൽ. കാരണം ഈ നീളം തന്നെയാണല്ലോ ഈ നീളം, ഈ കറണ്ട് തന്നെയാണല്ലോ ഈ കറണ്ട്. ഒരു പൊതുവായ ഫീൽഡാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു ഫീൽഡല്ലേ ആകെയുള്ളൂ. ഇത് കറണ്ട് ഇങ്ങോട്ടാണ്, 5 ആമ്പിയറാണ്, ഈ 5 ആമ്പിയറാണല്ലോ ഇങ്ങോട്ട്. ഈ ലെങ്ത് എല്ലാണ്, ഈ ലെങ്ത് എല്ലാണല്ലോ. അപ്പോൾ നമ്മളിവിടെ പറയുന്ന BIL അകത്തേക്ക് ഇവിടെ പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആ BIL എന്ന് പറയുന്നതിൻ്റെ വാല്യൂ മാറുന്നില്ല. മാഗ്നറ്റ്യൂഡ് എത്ര ന്യൂട്രനാണോ അത്രയും ന്യൂട്രനാണ് ഈ സൈഡിലും ഈ സൈഡിലും. ആ തുല്യ ഫോഴ്സിൻ്റെ എഫക്റ്റിൽ ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് ഹെഡിങ് ടോർക്ക് ആക്ടിങ് ഓൺ എ കോയിൽ. അപ്പോൾ ആ ടോർക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു കപ്പിളിൻ്റെ കാൽക്കുലേഷൻ എന്താണെന്ന് അറിയാം. ഒരു കപ്പിളിൻ്റെ കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഒരു കപ്പിള് ആ ടേണിങ് എഫക്റ്റ് ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം ടേണിങ് എഫക്റ്റ് ഉണ്ടായി എന്ന് ചോദിച്ചാൽ ആ ടോർക്കിനെ ഞാൻ ടോ എന്ന ചിഹ്നത്തിൽ എഴുതാം. ടി എന്നല്ല എഴുതുന്നത്, ടോ എന്നാണ്, ഗ്രീക്ക് ലെറ്ററാണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദി ഫോഴ്സസ് ആൻഡ് ദ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ, ബിറ്റ്വീൻ എന്നാണ് എഴുതിയേക്കുന്നത്, ദി 2 ഫോഴ്സസ് എന്ന് വായിക്കാതെ. എങ്ങനെയാണ് ഈ ടോർക്ക് വർക്കൗട്ട് ചെയ്യുന്നത്? എഫ് എന്ന ഫോഴ്സ് എടുക്കണം, എന്നിട്ട് മൾട്ടിപ്ലൈ ആണ്. പെർപെൻഡിക്കുലർ എന്നാണ് എഴുതുന്നത്, സെപ്പറേഷൻ ബിറ്റ്വീൻ ദി 2 ഫോഴ്സസ്. ഇവിടെ അകത്തേക്ക് ഇവിടെ പുറത്തേക്കും പറയുന്ന ഫോഴ്സിൻ്റെ ഇടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ആയ ദൂരം എന്താണെന്ന് പറയാമോ? ഈ റെക്ടാങ്കുലർ കോയിൽ സങ്കല്പിച്ചു, ഇവിടെ ഫോഴ്സ് അകത്തേക്ക്, ഇവിടെ ഫോഴ്സ് പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞു. അതിനിടയ്ക്കുള്ള ദൂരം എത്രയാണെന്ന് പറയാമോ? ബ്രെഡ്ത്ത് ഓഫ് കോയിലാണ് അല്ലേ? ഒന്ന് ആലോചിക്കുക. ഇതാണ് കോയിലെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് അകത്തേക്ക്, ഇവിടുത്തെ ഫോഴ്സ് പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഫോഴ്സിൻ്റെ ഇടയിലുള്ള ദൂരം എത്ര? ഈ ദൂരമല്ലേ ബ്രെഡ്ത്ത് ഓഫ് കോയിൽ. അപ്പോൾ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ 2 ഫോഴ്സസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഫോഴ്സിനെ. അതാണ് ടോർക്കിൻ്റെ കാൽക്കുലേഷൻ. ഒരു ടോർക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ടോർക്ക് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫോഴ്സ് വേണം. അപ്പോൾ ഞാൻ ഏത് ഫോഴ്സ് എടുക്കാൻ പോകണം? F=BIL എന്ന് പറയുന്ന ഫോഴ്സ് എടുക്കാൻ പോകണം. F=BIL എന്ന് പറയുന്ന ഫോഴ്സിനെ ആ 2 ഫോഴ്സുകളുടെ ഇടയിലുള്ള പെർപെൻഡിക്കുലറായ അകലം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. ടോർക്ക് വർക്കൗട്ട് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ തിയറി. പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ഫോഴ്സസ്. ശരി, ഈ ടോർക്ക് കപ്പിൾ എന്ന് പറയുന്നതിലുള്ള തുല്യ 2 ബലങ്ങളിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് എടുക്കുക. അപ്പോൾ ഒരു ഫോഴ്സ് എഴുതി F=BIL. പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ 2 ഫോഴ്സസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ദൂരം. ആ റെക്ടാങ്കുലർ കോയിലിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ വരുന്ന ഫോഴ്സിൽ ആ 2 ഫോഴ്സിൻ്റെ ഇടയിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ വീതിയാണ്, ബ്രെഡ്ത്ത് ഓഫ് ദ കോയിൽ അല്ലേ? അപ്പോൾ ഒരു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞൊരു സംഭവം കയറി വരുന്നുണ്ട്. ടോർക്ക് ഈസ് ഈക്വൽ ടു BIA, where A is the area of the coil. A is the area of the coil. Length into breadth നോക്ക്. ലെങ്ത് നേരിട്ട് എഴുതി വെച്ച് AB ഈക്വൽ ലെങ്ത്, BC ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ ഏരിയയാണ്. ABCD എന്ന് പറഞ്ഞാൽ ഒരു ടേണിൻ്റെ ഏരിയയാണ്. അപ്പോൾ അതിന് ഒറ്റ അടിക്കുക ചെയ്യുന്നത്, അതാണ് ടോർക്കിൻ്റെ ഈക്വൽ. BIA ഈ ഫോർമുല നോക്കില്ല, BIA. ഇത്രയും ടോർക്കല്ലേ, ടേണിങ് എഫക്റ്റ് അല്ലേ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. കംപ്ലീറ്റ് എഴുതാം.
perpendicular separation between the two forces, meter, Newton meter. ഇതാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വേണ്ടി വരുന്ന തിയറി. ആദ്യം ഈ തിയറി കണ്ടു, പെട്ടെന്ന് നോട്ട് കംപ്ലീറ്റ് ചെയ്തു. കുറേ കാര്യങ്ങൾ വേഗം എഴുതി വെച്ചോളൂ. ആ പടം കൊണ്ട് വരച്ചിട്ടുള്ളൂ. ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. ടോർക്ക് ആക്ടിംഗ് ഓൺ എ റെക്ടാങ്കുലർ കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് നമ്മുടെ ഹെഡിങ്. ടോർക്ക് ആക്ടിംഗ് ഓൺ എ റെക്ടാങ്കുലർ കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അത് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്തോളൂ. ഫിഗർ വരയ്ക്കാനുള്ള സ്പേസ് ഒന്ന് വിട്ടിട്ട് എഴുതി തുടങ്ങാം. നമുക്ക് കൂട്ടത്തിൽ നിങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ തന്നെ ഫില്ലപ്പ് ചെയ്ത് പോയാൽ മതി. നോർത്ത് പോൾ സൗത്ത് പോൾ കാണിക്കണം. ഒരു കോയിലിന് ABCD എന്ന് പേരിടണം. കോയിലിൻ്റെ എവിടെയാണ് പ്ലേസ് ചെയ്തേക്കണേ? ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് പ്ലേസ് എഴുതേണ്ടത്. ഫിഗർ ഷോസ് a rectangular coil ABCD. Figure shows a rectangular coil ABCD. Figure shows a rectangular coil ABCD. Figure shows a rectangular coil ABCD. Arranged in a powerful magnetic field. Arranged in a powerful magnetic field. Arranged in a powerful magnetic field. Powerful magnetic field. Full stop ഇടാം. N and S, ഈ വലിയ N-ഉം വലിയ S എഴുതണം. N and S represent the poles of N and S. Capital N-ഉം capital S ഇവിടെ എഴുതിയേക്കണം. N and S represent the poles of N and S represent the poles of a powerful horseshoe magnet. N and S represent the poles of a powerful horseshoe magnet. N and S represent the poles of a powerful horseshoe magnet. Shoe, അതേ സ്പെല്ലിംഗ് ആണ്, SHOE. Horseshoe magnet. Let us consider a current I ampere. Let us consider a current I ampere. Let us consider a current I ampere. I ampere in the coil. Let us consider a current I ampere in the coil. Let us consider a current I ampere in the coil. In the coil. ഇത് പറയേണ്ടത് അടുത്ത സെന്റൻസ് ആയിട്ട്. Current in the side AB is upward. Current in the side AB is upward, comma. Current in the side of BC rightward. Current in the side AB is upward, comma. In the side of BC is rightward. In the side, വീണ്ടും കറണ്ട് എന്താണെന്ന് എഴുതണമെന്നില്ല, കോമറ്റ് എഴുതാം. In the side of BC is rightward, വലത്തോട്ട്, കോമ. In the side of CD is downward. In the side of CD is downward. And in the side of DA, തിരിഞ്ഞു വരുമ്പോൾ DA എന്ന് പറയണം, AD എന്ന് പറയരുത്. In the side of DA, current is leftward. Current is leftward. Current is leftward. Let us consider the equation F is equal to. Let us consider the equation F is equal to BIL sin theta. Let us consider the equation F is equal to BIL sin theta. BIL sin theta. BIL sin theta. BIL sin theta. ഇനി ആംഗിൾ പറയാൻ പോണേ ഓരോന്നിനും. ഇനി ഇങ്ങനെ എഴുതാം, അടുത്ത ലൈനിലേക്ക് ഇറക്കിയിട്ട്. ഫോർ ദ സൈഡ് AB, current is perpendicular to field.
For the side AB, current is perpendicular to the field. Current is perpendicular to the field. Therefore, sin theta equal to sin 90 degree equal to 1. For the side CD, F is equal to, CD sin theta equal to sin 90 degree equal to 1. മുകളിലേക്കായാലും താഴേക്കായാലും പെർപെൻഡിക്കുലർ ആണല്ലോ, പ്രത്യേകിച്ച് പറയണ്ട, പ്രാവശ്യം പറഞ്ഞല്ലോ പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് തീറ്റ 90 എടുക്കാൻ പറഞ്ഞു. അത് ഇങ്ങനെ എഴുതിയാൽ ഇനി രണ്ട് സൈഡ് കൂടി പറയണം. ഫോർ ദ സൈഡ് BC, for the side of BC, current is parallel to the field. For the side of BC, current is parallel to the field. Therefore, sin theta equal to sin 0 degree 0. For the side of BC പറഞ്ഞു കഴിഞ്ഞു. For the side DA, for the side of BC പറഞ്ഞു. For the side of DA, current is anti-parallel to the field. Current is anti-parallel to the field. Current is anti-parallel to the field. DA എന്ന സൈഡ്. For the side DA, current is anti-parallel to the field. അപ്പോൾ എന്തെഴുതാം? sin theta equal to sin 180 equal to 0. Equal to 0. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ പോകണം. മുകളിലും താഴെയും ഫോഴ്സിനെ പറയേണ്ടി വരുന്നില്ല. Therefore, no Lorentz force. Therefore, no Lorentz force on the side of BC or DA. No Lorentz force on the side BC or DA. No Lorentz force on the side of BC or DA. But Lorentz force F equal to F max equal to BIL for the vertical sides. For the vertical sides AB or CD. For the vertical sides AB അല്ലെങ്കിൽ CD. For the vertical sides AB or CD. ഇനി ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ പറയാം. നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് വെച്ചല്ല പറയണ്ടേ, നമുക്ക് ഇതിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ ലെഫ്റ്റ് ഹാൻഡ് യൂസിങ് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അടുത്ത ലൈനോ പാരഗ്രാഫായിട്ട് ഇടാം. യൂസിങ് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. യൂസിങ് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, അത് അണ്ടർലൈൻ ചെയ്യാം. ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇപ്പം ആദ്യമായിട്ട് പറയണേ. യൂസിങ് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വി ക്യാൻ എക്സ്പ്ലെയിൻ ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ്. Using Fleming's left hand rule, we can explain direction of this force. We can explain direction of this force. എന്ന് പറഞ്ഞിട്ട് ആ റൂൾ അദ്ദേഹം പറയാൻ പോണേ. അത് എഴുതണം നമ്മൾ എഴുതുമ്പോൾ. Stretch നോർത്ത് പിടിക്കുക. ഫോർ ഫിംഗർ, സെൻട്രൽ ഫിംഗർ ആൻഡ് തമ്പ്. Stretch ഫോർ ഫിംഗർ, സെൻട്രൽ ഫിംഗർ ആൻഡ് തമ്പ് of our left hand. Stretch forefinger, central finger and thumb of our left hand. Stretch forefinger, central finger and thumb of our left hand. Of our left hand എങ്ങനെ? മ്യൂച്വലി പെർപെൻഡിക്കുലർ. നിവർത്തിപ്പിടിക്കാതെ എങ്ങനെയാണ് നിവർത്താലും മ്യൂച്വലി പെർപെൻഡിക്കുലർ. അന്യോന്യം പെർപെൻഡിക്കുലർ ആകുന്ന രീതിയിൽ നിവർത്തിപ്പിടിക്കണം. മ്യൂച്വലി പെർപെൻഡിക്കുലർ. Mutually perpendicular. So that forefinger, F-O-R-E, forefinger represent a magnetic field. So that forefinger, F-O-R-E ആണ് spelling. Forefinger represent a magnetic field. Forefinger represent a magnetic field. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. Central finger representing a current. Central finger representing a current. Central finger representing a current. Representing a current. Central finger representing a current. So that thumb will represent. So that thumb will represent direction of Lorentz force. So that thumb will represent direction of Lorentz force. Thumb will represent direction of
Lorentz, L-O-R-E-N-T-Z, Lorentz force. Thumb will represent direction of Lorentz force. അപ്പോൾ നമ്മൾ ഇനി അത് വെച്ചിട്ട് ഈ സൈഡ് ചെക്ക് ചെയ്യണം. On examining this force as per the diagram, ഈ പടം വരച്ചതിന് പ്രകാരം on examining this force as per the diagram, we can see that F equal to BIL, inward ഉള്ളിലേക്ക് inward arc for the side AB, വീണ്ടും F equal to BIL outward, പുറത്തേക്ക് ആരോട്ടാണ് നോക്കുക മറ്റേ വശം outward, ആ പടത്തിലത് കൊണ്ടുവന്നത് നല്ലത്. outward for the side CD, അപ്പോൾ ഈ പറയാൻ പോണ രണ്ട് ഈക്വൽ ഫോഴ്സ് ഉണ്ട്, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് കപ്പിളായി. കപ്പിൾ എന്ന് പറയുന്നതിൽ രണ്ട് പേരുണ്ടാവും എപ്പോഴും. ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും, വ്യത്യസ്ത ലൈനിൽ കൂടെ ആയിരിക്കും ആക്റ്റീവ്. അതാണ് കപ്പിൾ. പിന്നെ അടുത്ത ലൈനിൽ പറയുന്നത് therefore the rectangular coil is under the influence of a couple. Therefore, the rectangular coil is under the influence of a couple. 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 ബ്രാക്കറ്റിൽ എഴുതാം. ടു ഈക്വൽ. എന്താണ് കപ്പിൾ കൂടി വായിക്കുമ്പോൾ മനസ്സിലാവും. ടു ഈക്വൽ അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. ബ്രാക്കറ്റിൽ എന്താ കപ്പിൾ എന്ന് എഴുതാണ്. ടു ഈക്വൽ അൺലൈക്ക് പാരലൽ. അൺലൈക്ക് എന്ന് പറയുമ്പോൾ എതിർ ദിശകൾ. അൺലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. വിത്ത് ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ആക്ഷൻ. ഒരേ ലൈനിൽ വന്നാൽ കപ്പിളാവില്ല. വിത്ത് ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ആക്ഷൻ. ഒറ്റ ലൈനിൽ എതിരായിട്ട് വന്നാൽ കപ്പിളാവില്ല. വിത്ത് ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ആക്ഷൻ will constitute a couple. With a different line of action will constitute a couple. With a different line of action, lines of action. With a different lines of action will constitute a couple. Bracket close ചെയ്തിട്ട് ഇനി നമ്മൾ പറയുന്ന കപ്പിളിന്റെ വാല്യൂ അങ്ങനെ വർക്കൗട്ട് ചെയ്യും. ഒരു കപ്പിളിന്റെ വാല്യൂ, അതിന്റെ പേര് മോമെന്റ് ഓഫ് കപ്പിൾ എന്നാണ്. ആ വാക്യം പറഞ്ഞില്ല, അപ്പൊ അതും കൂടി എഴുതാം. മോമെന്റ് ഓഫ് ദിസ് കപ്പിൾ, MOMENT. മൊമെന്റം അല്ല കേട്ടോ, മോമെന്റ് എന്ന് പറഞ്ഞാൽ വേറെ വാക്കാണ്. മൊമെന്റം വേറെ. മോമെന്റ് ഓഫ് ദിസ് കപ്പിൾ can be calculated as the product of moment of this couple can be calculated as the product of one of the forces and the perpendicular separation between the forces. ഇങ്ങനെ തന്നെ എഴുതി വെക്കണം. ഇത് തന്നെ പഠിക്കണം. എങ്ങനെയാണ് moment of this couple can be calculated as the product of എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യണം. one of the forces product of one of the forces പ്ലൂറൽ യൂസ് ചെയ്യണം. ഫോഴ്സ് എന്ന് പറയുന്നത് one of the forces രണ്ടെണ്ണത്തിൽ വരണം. അതാണ് product of one of the forces and the perpendicular separation between the forces. അപ്പോൾ ഈ കാൽക്കുലേഷൻ പോവാം. therefore torque equal to moment of this couple. ഇതിന്റെ പേരാണ് ടോർക്ക് equal to moment of this couple. ഈ പറഞ്ഞ കപ്പിളിന്റെ മൊമെന്റിന്റെ വേറെ പേരാണ് ടോർക്ക് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ദിസ് കപ്പിൾ. ടോ ഈക്വൽ ടു ഒരു വെക്ടർ ഇട്ട് കൊടുക്കാം മുകളിൽ ആരോ. ടോ ഈക്വൽ ടു എഫ് മുകളിലൊരു ആരോ ഇടാം. എന്നിട്ട് ബ്രാക്കറ്റിൽ ഒന്നുകൂടി എഴുതാം. പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഫോഴ്സസ് എന്ന് എഴുതിയാൽ ഇതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞു. ബ്രാക്കറ്റിൽ ബ്രാക്കറ്റ് ഇട്ടാൽ മൾട്ടിപ്ലൈ ആകുന്ന മീനിങ് ആയി. ടോ ഈക്വൽ ടു ഇനി എഫിന്റെ വില കോപ്പി ചെയ്യുക. BIL ഇൻഡു എന്ന് എഴുതണ്ട. ഇപ്പോൾ ക്രോസിക്കായിട്ട് അറിയാണ്ട് വായിക്കും. ഇൻഡു എന്ന് എഴുതണ്ട. പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ബ്രെഡ്ത്ത് ഓഫ് കോയിൽ ആണെന്ന് മനസ്സിലാക്കണം.
പടം കണ്ടാലും മനസ്സിലാവും. ഉള്ളിലേക്ക് പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആരോട്ടാണ് നോക്കുക, ഫോഴ്സ്. പിന്നെ ഇടയിലുള്ള ദൂരം ഈ കോയിലിന്റെ വീതി AD അല്ലെങ്കിൽ BC ആ നീളമാണ്. ഐ മീൻ ബ്രെഡ്ത്ത് ഓഫ് കോയിലാണ്. അപ്പോൾ B ഇവിടെ ഒരു ഏരിയ കയറി വന്നു, ടോ ഈക്വൽ ടു BIA. അപ്പോൾ A എന്താണെന്ന് പറയണം, വേറെന്ന് എഴുതിയിട്ട് വേർ LB L/B എന്ന് എഴുതുന്നത് LB എന്നിട്ടാണ് ഈക്വൽ ടു A. ഇതിന് നമ്മൾ ക്രോസ് ആയിട്ട് വായിക്കാം, അപ്പോൾ കൺഫ്യൂഷൻ വരും. ക്രോസ് അല്ല, L/B. LB ഈക്വൽ A എന്താ, ഈസ് ദി ഏരിയ ഓഫ് ദി കോയിൽ. ലെങ്ത്തും ബ്രെഡ്ത്തും കുറിച്ച് ഏരിയ കിട്ടില്ല. ഏരിയ ഓഫ് ദ കോയിൽ ഈസ് ദി ഏരിയ ഓഫ് ദി കോയിൽ. LB ഈക്വൽ A ഈസ് ദി ഏരിയ ഓഫ് ദി കോയിൽ. ഏരിയ ഓഫ് ദി കോയിൽ. ഇതൊരു കോളത്തിലേക്ക് വെച്ചോളാം. BIA എന്ന ഫോർമുല ഇനി വേണ്ടി വരും. ഇത് ഒരു ടേണിന് മാത്രമാണ്. N ടേണിന് N വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതും കൂടി ഇപ്പോൾ തന്നെ എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് തിയറി പഠിക്കുമ്പോൾ എളുപ്പം. ഫോർ N ടേൺസ്, ഫോർ N ചെറിയ N എഴുതിയാണ്, ഫോർ N ടേൺസ് ഓഫ് ദി റെക്ടാങ്കുലർ കോയിൽ. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റെക്ടാങ്കുലർ കോയിലിനെ കുറിച്ച് തന്നെ. അതിന് N ചുറ്റുകളുണ്ടെങ്കിൽ ഫോർ N ടേൺസ് ഓഫ് ദി നമ്മൾ സർക്കുലർ കോയിലൊക്കെ N ടേൺസിൽ N വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് തിയറി പറയുന്നത്. അത് തന്നെ ഫോർ N ടേൺസ് ഓഫ് ദ റെക്ടാങ്കുലർ കോയിൽ ടോർക്ക് ടോ ഈക്വൽ ടു ഒരു N വെച്ച് ഗുണിച്ചേക്ക് N ഇൻറ്റു B ഇൻറ്റു I ഇൻറ്റു A. N ഇൻറ്റു B ഇൻറ്റു I ഇൻറ്റു A. N ഇൻറ്റു B ഇൻറ്റു I ഇൻറ്റു A. ഇത്രയും ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതണം. കോളത്തിന് പുറത്ത് ന്യൂട്ടൺ മീറ്റർ. ഇതാണ് ടോർക്കിൻ്റെ തിയറി. ഇത് ചിലപ്പോൾ 3 മാർക്കിൻ്റെ ഡെറിവേഷനാണ് ചോദിക്കുന്നത്. ഈ പാഠമൊക്കെ വരച്ച് ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഫിഗറെല്ലാം കംപ്ലീറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. ഈ വീഡിയോ നിർത്തട്ടെ.